അയലോർത്ത് നിൽക്കണമെന്ന് നിർബന്ധമുണ്ട് ഇസ്ലാമിലില്ല. അങ്ങനെ ആരെങ്കിലും നബിയെ അവിടുന്ന് പ്രബോധനം ചെയ്യുന്ന ആദർശത്തിൽ വിരുദ്ധമായി കൊണ്ട് അവർ നിൽക്കുന്നുവെങ്കിൽ അവരോട് നബിയെ താങ്കൾ പറയേണ്ട ഭാഷ ഇതാണ് എന്ന് ഖുർആൻ നബിയെ പഠിപ്പിക്കുന്നു. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കുന്ന. നിങ്ങൾ എന്റെ ഈ പ്രബോധനം ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. എനിക്കത് യാതൊരു നിർബന്ധ ബുദ്ധിയും നിങ്ങളോട് ആ വിഷയത്തിലില്ല. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ, എനിക്ക് എന്റെ മതം. ഇത്രയും വിശാലമായി വിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. മാനവകുലത്തിന്റെ മൈത്രിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അതാണ് ഈ പറയുന്നത്. ഇതേ ആദർശമാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. യേശുക്രിസ്തു പറഞ്ഞത് എന്താ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അയൽക്കാരെന്ന് പറഞ്ഞാൽ തൊട്ട അയൽവാസി മാത്രമാണോ ലക്ഷ്യമാക്കപ്പെടുന്നത്? തൊട്ട അയൽവാസി മുതൽ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരെ കുറിച്ചും ആ പ്രഖ്യാപനം വിശാലമാണ്. നിന്റെ വീടിനെ വിലയിരുത്തുമ്പോൾ നിന്റെ വീടിൽ തൊട്ടടുത്തുള്ള അയൽവാസിയായ ആരാണോ അയാൾ, നിന്റെ ഗ്രാമത്തെ വിലയിരുത്തുമ്പോൾ നിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന ജനവിഭാഗം, നിന്റെ നാടിനെ വിലയിരുത്തുമ്പോൾ നിന്റെ നാടിന് തൊട്ടടുത്ത് താമസിക്കുന്ന മറ്റ് ദേശക്കാർ. അങ്ങനെ ആ പ്രഖ്യാപനം വിശാലമായ വൃത്തങ്ങളായി നീണ്ടു പോകുമ്പോൾ ലോകത്തുള്ള സകല ജനങ്ങളെയും സ്നേഹിക്കുക എന്ന ആദർശമല്ലേ വാസ്തവത്തിൽ യേശുക്രിസ്തു ലോകത്തിനോട് പറഞ്ഞത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെയും നീ സ്നേഹിക്കുക. അപ്പൊ സ്നേഹമല്ലേ അവർന്ന് പഠിപ്പിച്ചത്? ഹൈന്ദവ മതം എന്താണ് ലോകത്തിന് നൽകുന്നത്? പ്രവാചകന്മാരുടെ വന്നതിനെ സംബന്ധിച്ച് ഹൈന്ദവ പ്രഖ്യാപനം ശ്രീമദ് ഭഗവത്ഗീതയിൽ എന്താ വിവരിച്ചത്? ധർമ്മ സംസ്ഥാപനമാണ് ലോകത്തിന് ആവശ്യം, പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കണ്ടോ? ധർമ്മ സംസ്ഥാപനമാണ് വിവക്ഷിക്കപ്പെടുന്നത്. ധർമ്മ സംസ്ഥാപനം. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നീതിയും സത്യവുമല്ലേ ധർമ്മം എന്ന് പറയുന്നത്? ഈ നീതിയും സത്യത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മഹാകവിയായ കുമാരനാശാൻ ഈ ധർമ്മത്തെ സംബന്ധിച്ച് വിലയിരുത്തി തന്റെ ദുരവസ്ഥയിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധേയമാണ്. താൻ പരാമർശവിധേയമാക്കിയിരിക്കുന്ന വിഷയം ഇസ്ലാമിക ആചാര്യന്മാരായ സ്വഹാബികൾ കേരളത്തിലേക്ക് ആദ്യമായി വന്ന സംഭവത്തെ പുരസ്കരിച്ചുകൊണ്ടാണ് കുമാരനാശാൻ വിവരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഇസ്ലാമിക ആചാര്യന്മാർ ഹിജറ 5-ാം കൊല്ലത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കൊണ്ട് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അന്നിവിടെ വാസ്തവത്തിൽ മുസ്ലിം സമൂഹം പ്രവാചകന്റെ നിയമങ്ങൾ അനുസരിക്കലോടുകൂടെ തന്നെ അല്ലാഹു നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ലോകത്ത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്താ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇവിടെ ജീവിച്ചിരുന്നത് എന്ന് പൗരാണിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം. വാസ്കോ ഡി ഗാമക്ക് തന്നെ കേരളക്കരയിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് ഒരു മുസ്ലിം സഞ്ചാരിയാണ് എന്ന് ചരിത്രം, കേരള ചരിത്രം ഇവിടെ പറയുമ്പോൾ വാസ്കോ ഡി ഗാമക്ക് ഉപകാരം ചെയ്തത് എന്തിന്? ഒരു മുസ്ലിം സഞ്ചാരി കാണിച്ചു കൊടുത്തത് എന്തിനാ? അവിടെ വിവേചനമില്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. വാസ്കോ ഡി ഗാമ ഒരു അമുസ്ലിമാണ് എന്ന് ആ മുസ്ലിം സഞ്ചാരി ചിന്തിച്ചില്ല, മനുഷ്യനാണ് എന്ന് ചിന്തിച്ചു. അതുപോലെ തന്നെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ മോക്ഷത്തിന് വേണ്ടി, ബ്രിട്ടീഷ് കാബാലികരിൽ മോചനത്തിന് വേണ്ടി മരക്കാർമാർ സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായത് എന്തിനു വേണ്ടി?
അവർ ദേശത്തിന്റെ പ്രാധാന്യമല്ല കണ്ടത്, ഭാഷയുടെ പ്രാധാന്യമല്ല കണ്ടത്, വർഗത്തിന്റെ പ്രാധാന്യമല്ല കണ്ടത്, മതത്തിന്റെ പ്രാധാന്യമല്ല അവർ വിലയിരുത്തിയത്. അവർ വിലയിരുത്തിയത് മനുഷ്യ മക്കളുടെ അഥവാ ഭാരതത്തിന്റെ മക്കളായ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എന്ന് വേണ്ട ബുദ്ധനും ജൈനനും എല്ലാം തന്നെ ഭാരതാംബയുടെ മക്കളാണ് എന്ന ബോധത്തിലൂടെ ഭാരതാംബയുടെ മക്കളായ ആളുകളെല്ലാം തന്നെ ഒരൊറ്റ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ് എന്ന അടിയുറത്ത വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആദർശധീരത കേരളത്തിന്റെ മണ്ണിൽ കാഴ്ചവെച്ച് അവർ ഇവിടെ രക്തപ്പൊഴുക്കിയത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇസ്ലാമിന്റെ സന്ദേശം 100% ഉൾക്കൊണ്ടത് കൊണ്ടാണ്. ഒരൊറ്റ സ്ത്രീയിൽ നിന്നും ഒരൊറ്റ പുരുഷനിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന ഇസ്ലാമിന്റെ സന്ദേശം 100% ഉൾക്കൊണ്ടത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതാ. ജാമിയ അസിയ സമൂഹത്തിൽ വെക്കുന്നത് മനുഷ്യരെ എല്ലാവരോടും മുസ്ലിങ്ങളോടും കൂടി തന്നെ ഞാൻ ഈ പറയുന്നത്. മതവിശ്വാസി ആരെല്ലാം ഉണ്ട് അവരോടെല്ലാം വാസ്തവത്തിൽ ആ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞു കുമാരനാശാൻ പറഞ്ഞതെന്താ? അന്ന് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? വർഗവിവേചനം, വർണ്ണവിവേചനം. ഇസ്ലാമിയോട് വരുമ്പോണ്ടോ അവസ്ഥ അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെന്ന് നിലനിന്നിരുന്ന സംസ്കാരം എന്താ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തൊരിങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. എത്ര ആളുകളാണ് ഇവിടെ തൊട്ടുകൂടായും തോണ്ടിക്കൂടായും കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ. ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തള്ളിയിരുന്ന ആ സ്ഥിതിവിശേഷത്തിലാണ് സഹാബത്ത് ആദ്യമായിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിയത്. അദ്ദേഹം വീണ്ടും പറയുന്നു, കേരളത്തിങ്കൽ മുസൽമാൻമാർ പശ്ചിമ പരങ്ങളിൽ നിന്നു വൻകടലിൻ ചീറും തീരകൾ മുറിച്ചോ ഹിമാലയ മെറിയോ വന്ന് വേറില്ല. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ടോ രഴച്ചറൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കണ്ട നമ്പൂരരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി ചിന്തിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ഉദിയുള്ളോരിങ്ങ ശ്രേയസ്സുപേക്ഷിച്ചു ബദ്ധരായി മേവുമോ ജാതിയിൽ. കണ്ടോ എത്ര സുന്ദരമായാണ് ആ വിഷയം നമ്മുടെ കുമാരനാശാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കേരള മക്കളോട്. ചെറുമനെന്നോ പാണെന്നോ നമ്പൂരിയെന്നോ നായരെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യമക്കളെല്ലാം തന്നെ ഒന്നാണെന്ന് പഠിപ്പിച്ച ആദർശ സിദ്ധാന്തമാണ് സഹാബത്ത് കേരളത്തിന്റെ മണ്ണിൽ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഇത് ആദർശമാണ് ലോകത്തുള്ള സകല മതങ്ങളും ലോകത്തെ ജനതയെ പഠിപ്പിച്ചത്. അത് ഉൾക്കൊള്ളണമെന്നാണ് ജാമിയ അസിയ സമൂഹത്തിനോട് നിർദ്ദേശിക്കുന്നത്. എല്ലാ മതക്കാരും അവരുടെ മതങ്ങൾ ഉൾക്കൊള്ളുമ്പോ പ്രശ്നങ്ങൾ അവസാനിച്ചു. അതെന്ത് വേണം? മതം ഒരാൾ അംഗീകരിക്കുമ്പോൾ, മതത്തിന് തത്വങ്ങൾ ഒരാൾ സ്വീകരിക്കുമ്പോൾ അതിൽ നിഷ്കർഷിക്കപ്പെട്ട നിയമമാണ് പരിപൂർണമായ വിധേയത്വം. ആരോട്? സൃഷ്ടിക്കല്ല, സൃഷ്ടാവിനോട്. വിധേയത്വം ആർക്കാ വേണ്ടത്? സൃഷ്ടിയോടല്ല, സൃഷ്ടാവിനോട്. അല്ലെങ്കിൽ ആധിപത്യത്തിനോടല്ല, മേൽക്കോയ്മയോടല്ല, സമ്പത്തിനോടല്ല, അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനത്തിനോടല്ല. വിധേയത്വം ആരോട് വേണം? സൃഷ്ടാവിനോട്, പ്രപഞ്ചനാഥനായ ആ സൃഷ്ടാവിനോട്. ഈ മാനവ മക്കൾക്ക് വായുവും വെള്ളവും വെളിച്ചവും ഒക്കെ നൽകുന്ന, ആവശ്യത്തിന് മഴ നൽകുന്ന, ആവശ്യത്തിന് ഫലപുഷ്ടിയുള്ള മണ്ണിവിടെ സൃഷ്ടിച്ചു വെച്ച, ആവശ്യത്തിന് നീ വെറുതെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വിത്ത് കൊണ്ടിട്ടാൽ അത് മുളക്കുമെന്നതിന്റെ ഉറപ്പ് എന്തിന്റെ പേരിൽ? ആ ഭൂമിയിൽ അതിന് പ്രകൃതിദത്തമായിക്കൊണ്ട് അതിന് അവസ്ഥയുണ്ടെന്നതിന്റെ ഉറപ്പ് നിന്റെ അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിലാണെങ്കിൽ അതിന്റെ തുടക്കത്തിൽ ആ ഫലപുഷ്ടിയുള്ള അത് മുളപ്പിക്കാനുള്ള കഴിവ് ആ മണ്ണിന് നൽകിയത് ആരെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അള്ളാഹു പറയുന്നു, എല്ലാ വിത്തുകളെയും മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. നിനക്കത് ഭൂമിയിൽ കൊണ്ടിടുക കൊണ്ട് മുളപ്പിക്കുന്ന പണിയേണ്ടതാണ്. മഴ വർഷിച്ചില്ലെങ്കിൽ അതാരാ തരുന്നത്? പ്രപഞ്ചകർത്താവ് ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലതീ തശ്റബൂൻ. മനുഷ്യമക്കളെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണില്ലേ?
അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. കാർമേഘത്തിൽ നിന്ന് ആ വെള്ളത്തെ ആരാണ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്, മഴയായിക്കൊണ്ട് എത്തിച്ചു തരുന്നത്? കടലിൽ നിന്നും കയറിപ്പോകുന്ന ഉപ്പുവെള്ളത്തിലുള്ള സകല ഉപ്പിന്റെ അംശങ്ങളും അന്തരീക്ഷത്തിൽ വെച്ച് റിഫൈനറി സിദ്ധാന്തത്തിലൂടെ അത് കംപ്ലീറ്റ് ഉപ്പുരസം നീക്കി ശുദ്ധജലമാക്കിക്കൊണ്ട് നിന്റെ വീടിന്റെ മുറ്റത്തും നിന്റെ കുളത്തിലും നിന്റെ കിണറ്റിലുമൊക്കെ ആ ശുദ്ധജലം സമുദ്രത്തിൽ നിന്നുള്ള ഉപ്പുജലത്തെ ശുദ്ധജലമാക്കി എത്തിച്ചു തരുന്നവനായിരുന്നു. നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് അല്ലാഹു ചോദിക്കുന്നത്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നീ കുടിക്കുന്ന ജലത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് ചെയ്യുന്നത്, അതല്ല ഞാനാണോ? സൃഷ്ടാവിനെ കാണാൻ ഇതൊന്ന് പോരെ? അങ്ങനെ നാം സൃഷ്ടാവിനെ വിലയിരുത്തുമ്പോൾ സൃഷ്ടാവാകുന്ന ദൈവം തമ്പുരാൻ അവൻ പഠിപ്പിച്ച നിർദ്ദേശങ്ങളെല്ലാം എന്താ? എല്ലാ മതങ്ങളും ഇവിടെ പഠിപ്പിക്കുന്ന സ്നേഹ സന്ദേശമാണ്. സ്നേഹം പഠിപ്പിക്കാത്ത മതം വാസ്തവത്തിൽ ഒരു മതത്തിന്റെ ആദർശമാണെന്ന് പറയാനൊക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഏതൊരു മതവിശ്വാസിയാണെങ്കിലും അത് ആദ്യമായിക്കൊണ്ട് തന്റെ മതത്തിന്റെ നിർദ്ദിഷ്ട കാര്യങ്ങൾ പരിപൂർണ വിധേയത്തോടുകൂടി അംഗീകരിക്കാൻ തയ്യാറുക ഫസ്റ്റ് ടൈം അതാണ്. ഫസ്റ്റ് 100% വിധേയത്വത്തോടുകൂടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടാവിനോട് വിധേയനായിക്കൊണ്ടാണ് അത് ആദ്യമായി കൊണ്ട് അംഗീകരിക്കേണ്ടത്. അംഗീകരിച്ചാൽ ആ മതം നിഷ്കർഷിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും തന്റെ ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞാൽ മാനസികമായ ചലനാത്മകമായ അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരണം. എന്താ പറഞ്ഞത്? സ്നേഹം. ആധികാരികമായിക്കൊണ്ട് ഇപ്പോ ഞാൻ പഠിച്ചത് ഇസ്ലാം മതമായതുകൊണ്ട് മറ്റു മതങ്ങളെ കുറിച്ച് ഇസ്ലാം പഠിച്ചതുപോലെ അധികം പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിന്റെ വിശദീകരണം കൂടുതൽ പറയാൻ അറിയില്ല. എന്നാൽ ഇസ്ലാം വഴിയാകുന്ന മതം ഈ ലോകത്തിന് പഠിപ്പിക്കുന്ന ആദർശം എന്താണ്? സ്നേഹമാണ്. സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം ഉണ്ടെന്ന് ഇങ്ങനെ പറയല. സ്നേഹത്തിന് പല വ്യാഖ്യാനങ്ങൾ ആളുകൾ പറയും. സ്നേഹം വിവിധമാണ്. കാമുകിമാരുടെ സ്നേഹം അത് ആത്മാർത്ഥമല്ല. അത് എന്തോ ചില അവരുടെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അവരുടെ സ്നേഹം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി താൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, അതും യഥാർത്ഥ സ്നേഹമല്ല. അത് താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയുള്ള സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്? താൻ ഒരു വസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വസ്തുവിനെ ആദരിക്കുക, അതിന്റെ അവകാശങ്ങളും ബാധ്യതകളും അതിന് വകവെച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഒരാൾ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്കുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, അപ്പോഴേ സ്നേഹമുണ്ടെന്നറിയൂ. മക്കളെ സ്നേഹമുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, അപ്പോഴാ മക്കളോട് സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ സ്നേഹമില്ല. അതുണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരു പുരുഷൻ അഹോരാത്രം പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതും. അപ്പൊ സ്നേഹമുണ്ട്. ഇതുപോലെ സ്നേഹം ലോകത്തുള്ള സകല വസ്തുക്കളോടും വേണം. ഒരു ജീവിയെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ആ ജീവിക്ക് ഇവിടെ അവകാശമുള്ള അവകാശങ്ങൾ നാം വകവെച്ചു കൊടുക്കണം. ഇസ്ലാം പറയുന്നത് അതാ. നീ ഒരു മത്സ്യം പിടുത്തക്കാരനാണെങ്കിൽ പുഴയിലോ കുളത്തിലോ നീ മത്സ്യവേട്ടയ്ക്ക് ഇറങ്ങിത്തിരിച്ചാൽ തന്റെ ഒരിക്കലും സ്വന്തം പ്രയത്നത്താൽ വളരാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുമായി കൊണ്ട് നിൽക്കുന്ന ആ വലിയ മീനിനെ നീ പിടിക്കാൻ പാടില്ല കേട്ടോ. കാരണം ആ മാതാവാകുന്ന തള്ളമീൻ ആ കുഞ്ഞുങ്ങൾക്ക് അവകാശമായി ലഭിക്കേണ്ട വസ്തുവാണ്. അതുകൊണ്ട് ആ കുഞ്ഞുമീനുകളായ ആ കൊച്ചു കൊച്ചു നൂറുകണക്കുള്ള കുഞ്ഞുമീനുകളെ മാതാവില്ലാത്ത അനാഥകളാക്കിക്കൊണ്ട് ആ വലിയ അമ്മമീനിനെ പിടിക്കാൻ പാടില്ല കേട്ടോ. എന്തൊരു സുന്ദരമായ പ്രഖ്യാപനം പ്രവാചകൻ പറയും.
നിന്റെ വീട്ടിലുള്ള ഒരു പശു അത് പ്രസവിച്ചു കഴിഞ്ഞു, മുലകുടിക്കുന്ന പ്രായമുള്ള നിന്റെ പശു കിടാവ്, ആ കിടാവിന് തന്നെ ആ തള്ളയുടെ താലോലം വേണം അപ്പൊ ജീവിക്കാൻ. ആ തള്ളയുടെ മുലപ്പാല് കുടിക്കണം, ആ തള്ളയുടെ ശുശ്രൂഷ വേണം, അതിന്റെ സ്നേഹം വേണം. ആ അവസ്ഥയിൽ നിന്റെ പശുവിനെ നീ വിൽക്കുകയാണെങ്കിൽ കുഞ്ഞിനെ നിർത്തി തള്ള പശുവിനെ വിൽക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനോട് പഠിപ്പിക്കുന്നു. വിൽക്കുകയാണെങ്കിൽ രണ്ടിനെയും കൂടെ ഒന്നിച്ച് വിൽക്കണം, ഒന്നായി ഓരോന്നോരോ വിൽക്കാൻ പാടില്ല. അതാണ് ആ ജീവിയോട് നാം കാണിക്കുന്ന സ്നേഹം. അതിന്റെ അവകാശം വകവെച്ചു കൊടുക്കലാണ് സ്നേഹമെന്നാൽ. മതങ്ങൾ പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഡെഫിനിഷൻ ഇതാ. അല്ലാതെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് നടക്കലല്ല. ഞാൻ എന്റെ മതത്തെ സ്നേഹിക്കുന്നു പറഞ്ഞ് നടക്കലല്ല. അതുപോലെ തന്നെ മതങ്ങൾ പറയുന്നത് അതല്ലേ, മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിക്കണം. മാനുഷിക മൂല്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ധ്വംസിച്ചുകൂടാ. എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. അള്ളാഹു നൽകിയ വായു ശ്വസിക്കാൻ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്. ഇവിടുത്തെ ജലം കുടിക്കാൻ ഈ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്. ഇവിടുത്തെ സസ്യങ്ങൾ ഉപയോഗിക്കാൻ, തനിയെ മുളച്ചു വരുന്ന സസ്യങ്ങൾ ഉപയോഗിക്കാൻ സകല ജനങ്ങൾക്കും അവകാശമുണ്ട്. സകല കിണറ്റിലെ വെള്ളവും കുടിക്കാൻ ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തേ പറ്റൂ. അതാണ് മനുഷ്യ സ്നേഹമെന്ന് ഇസ്ലാം പറയും. കണ്ടോ, അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഓരോ വസ്തുവിനുമുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കലാണ് സ്നേഹം. മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന സ്നേഹം യഥാർത്ഥത്തിൽ അതാണ്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന സ്നേഹം അതാണ്. ഈ ആദർശത്തിൽ നിന്ന് മതവിശ്വാസികൾ വ്യതിചലിക്കുമ്പോഴാണ് ലോകസമാധാനത്തിന് തുടക്കം കുറിക്കുന്നത്. ലോകസമാധാനം ഇല്ലാതെയാകാൻ തുടക്കം കുറിക്കുന്നത്. സകല മതവിശ്വാസികളും ഈ ആദർശത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ലോകത്ത് സമാധാനത്തിന് വേണ്ടി ആഭ്യന്തര വകുപ്പിനെ ശക്തിപ്പെടുത്തേണ്ടതില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള ശക്തമായ നിയമ നടപടികൾ ഇവിടെ ആവശ്യമില്ല. ഇതിനെതിരെ വിശ്വാസ പ്രമാണത്തിൽ അടിയുറപ്പില്ലാത്ത ഒരു വിഭാഗത്തിന്റെ കൂട്ടായ്മയും പ്രവർത്തനവുമാണ് വാസ്തവത്തിൽ ലോകത്തിന് ശാന്തി അഥവാ ഫസാദ്, നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ അത് പറഞ്ഞു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി. സമുദ്രത്തിലും ഭൂമിയിലും നാശങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കടൽ കൊള്ളക്കാർ കപ്പൽ കൊള്ളയടിക്കുന്ന വാർത്ത നമ്മൾ എപ്പോഴും വായിക്കാറില്ലേ? വിമാനം റാഞ്ചിപ്പോകുന്ന വാർത്തകൾ വായിക്കാറില്ലേ? ഭൂമുഖത്ത് നടക്കുന്ന ഏതെല്ലാം തമ്മാടിത്തരങ്ങളും കൊള്ളകളും നാം വായിക്കാറില്ലേ, നാം കേൾക്കാറില്ലേ? മനസ്സ് വിഷമിക്കുന്ന വാർത്തകളല്ലാതെ ഒരൊറ്റ ദിവസം പത്രം രാവിലെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് വായിക്കാതിരിക്കാനൊക്കുമോ? ഖുർആൻ പറയുന്നു, ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി. സമുദ്രത്തിലും കരയിലും എല്ലാം തന്നെ ധാരാളം നാശങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന എന്താ കാരണം എന്നറിയാമോ? ബിമാ കസബത് അയ്ദിന്നാസ്. ജനങ്ങളുടെ പ്രവൃത്തി മൂലമാണ് കേട്ടോ. ജനങ്ങളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് ഖുർആൻ പറയുമ്പോ ആ വഴിവിട്ട പ്രവർത്തനങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ തന്നെ വാസ്തവത്തിൽ ഈ ലോകത്തിന് സമാധാനം വന്നു, ഫസാദ് ഇല്ലാതെയായി. ഇതാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഈ ആശയത്തിലേക്ക് സകല മതവിശ്വാസികളും വരണം. സ്നേഹത്തിന്റെ പാതയിലേക്ക് സകല മതവിശ്വാസികളും എത്തണം. അല്ല എല്ലാവരും മുസ്ലിമായ മാത്രമേ സമാധാനം ഉണ്ടാകുന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസിഡന്റായിക്കൊണ്ട് ഭരണം നടത്തിയിരുന്ന അറേബ്യൻ കൺട്രി അഥവാ മക്ക മദീന ഉൾക്കൊള്ളുന്ന ആ രാഷ്ട്രത്തലവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരിച്ചിരുന്നപ്പോ മദീനയിൽ അന്ന് താമസിച്ചിരിക്കുന്ന 3 ഗോത്രക്കാരിൽപ്പെട്ട പ്രധാന ഗോത്രക്കാരായ ബനൂ ഖുറൈള എന്ന ജൂത ഗോത്രം ഇസ്ലാം മതം സ്വീകരിക്കാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാഷ്ട്രത്തലവന്റെ കീഴിൽ അവർ ജൂതനായിക്കൊണ്ട് തന്നെ ജീവിക്കാൻ അവകാശം ആവശ്യം ഉന്നയിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക കൺട്രിയിൽ അവർക്ക് ജീവിക്കാൻ അനുവാദം നൽകുകയും